കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിലെ പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ച കാർ തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. ബേക്കറിയിൽ പങ്കാളിയായ ഹനീഷാണ് കാറിലൊപ്പമുണ്ടായിരുന്നതെന്ന് കരുതിയാണ് കാറിന് തീവച്ചതെന്നാണ് പത്മരാജന്റെ മൊഴി. പൊള്ളലേറ്റ സോണി ചികിത്സയിലാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പത്മരാജൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കും? വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അനില എന്ന 44 വയസ്സുകാരിയെ, കൊട്ടിയം സ്വദേശിനിയായ അനിലയെ വാഹനത്തിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് കൂടിയായ പത്മരാജനെ പോലീസ്, കൊല്ലം ഈസ്റ്റ് പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി ഏറെ നേരം വിശദമായി തന്നെ പത്മരാജനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർ 2 നിഗമനങ്ങളിലേക്കാണ് ഈ ചോദ്യം ചെയ്യലിനൊടുവിലെത്തുന്നത്. അതായത് കുടുംബ പ്രശ്നങ്ങൾ കുറച്ചധികം നാളുകളായി ഇവർക്കിടയിൽ സജീവമായി ഉണ്ടായിരുന്നു. അത് പലരിടപെട്ട് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒടുവിൽ ഈ അനിലയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്ന് ഭർത്താവ് സംശയിച്ചിരുന്ന ഈ ബേക്കറിയുടെ പങ്കാളിയായിട്ടുള്ള, അനിലയ്ക്കൊപ്പം ഈ ബേക്കറി നടത്തിപ്പിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്ന യുവാവ് ഹരീഷ്, ഇവർ ഒരുമിച്ചാണ് ബേക്കറി അടച്ചതിന് ശേഷം കൊട്ടിയം ഭാഗത്തേക്ക് വാഹനത്തിൽ വരുന്നത് എന്ന് കരുതിയാണ് വാഹനം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തിയതിന് ശേഷം പെട്രോൾ ഒഴിച്ച് പെട്ടെന്ന് തീ കൊളുത്തിയത്. വാഹനത്തിനുള്ളിൽ സോണി ആയിരുന്നു എന്ന കാര്യം തനിക്ക് അറിവില്ലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് വിശദമായി പലതവണ ചോദ്യം ചെയ്തപ്പോഴും പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ലക്ഷ്യം വെച്ചത് ഹനീഷിനെ തന്നെയാണ് എന്നും പത്മരാജൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഹനീഷും പത്മരാജനും തമ്മിൽ 2 ദിവസം മുമ്പിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു ഈ ബേക്കറിക്കുള്ളിൽ വെച്ച്. അത് പിന്നീട് വലിയൊരു തർക്കത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ ബേക്കറിയുടെ പങ്കാളിത്തത്തിൽ നിന്ന് ഹനീഷ് മാറിക്കൊടുക്കാമെന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തി. അത് പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള നീക്കം ഇന്നലെ വൈകുന്നേരം നടന്നതാണ്. അതിനുശേഷമാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് ഈ ഒരു കൊലപാതകം വളരെ ക്രൂരമായ നിലയിൽ പത്മരാജൻ പെട്രോൾ ഒഴിച്ച് അനിലയെയും കടയിലെ തന്നെ ബേക്കറിയിലെ തന്നെ ജീവനക്കാരനായിരുന്ന സോണിയെയും പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയത്. വലിയ തരത്തിലുള്ള പരിക്ക് സോണിക്ക് ഏറ്റിട്ടില്ല എങ്കിലും സോണി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിൽ. ആരോഗ്യനില വീണ്ടെടുത്തതായാണ് നമുക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇവിടേക്ക് തെളിവെടുപ്പിന്റെ ഭാഗമായി പത്മരാജനെ എത്തിച്ചേക്കും കൊല്ലം ഈസ്റ്റ് പോലീസ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ആ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയോടെ അനിലയുടെ ജന്മദേശത്തേക്ക് അവരുടെ മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.